നമസ്കാരം ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഞാൻ നല്ല മോട്ടിവേഷണൽ ഡ്രാമകളാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ചില ടൈമിലൊക്കെ നമ്മൾ നല്ല ഡൗൺ ആയിട്ടിരിക്കാറില്ലേ, എൻ്റെ ലൈഫിൽ മാത്രം എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഞാനെന്തൊന്നും ആയി തീരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില സമയത്ത് നമ്മളിങ്ങനെ ഡൗൺ ആവാറുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് മോട്ടിവേഷണൽ ഡ്രാമകളാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എങ്ങനെയും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മോട്ടിവേഷനാണ് നമുക്ക് നൽകുന്നത്. അപ്പൊ എങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ. ഫസ്റ്റ് ഡ്രാമയാണ് ഇറ്റോവിയൻ ക്ലാസ്. 2020 റിലീസ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ ഡ്രാമയാണ് ഇറ്റോവിയൻ ക്ലാസ്. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഡ്രാമയാണ് കേട്ടോ. ഇത് ഞാൻ 1, 2, 3 തവണ എങ്ങാണ്ട് ഈ ഡ്രാമ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതും കൂടാണ്ട് യൂട്യൂബിൽ കുറേ ഇതിന്റെ സീനുകളൊക്കെ ഇരുന്ന് കാണും കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ഡ്രാമയാണ് ഇറ്റോവിയൻ ക്ലാസ്. ഇതില് മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് പാക് സ്യോജു ആണ് കേട്ടോ. അപ്പൊ പാക് സ്യോജു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് മോട്ടിവേഷൻ ഡ്രാമകളൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള ഒരു നടനാണ് പാക് സ്യോജു. അപ്പൊ ഇതിലെ സ്റ്റോറി എന്താന്ന് വെച്ചാല്, നമ്മുടെ പാക് സയോറി എന്ന് പറയുന്ന നമ്മുടെ കഥയിലെ നടനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഡ്രീം ഒരു കൂട്ടം ഫ്രണ്ട്സിനെ വെച്ചിട്ട് അച്ചീവ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. നമ്മൾ പലപ്പോഴും ഒരു തവണ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ചായക്കട അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാനുകൾ ഉണ്ടാവില്ലേ, ഒരു തവണ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ഒരു ചായക്കട തുടങ്ങിയാലോ ഒക്കെ. ഞാനൊക്കെ അങ്ങനെ കുറേ ബിസിനസ് പ്ലാനുകൾ ഫ്രണ്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ വെറും പ്ലാന് മാത്രമേ ഉണ്ടാവുള്ളൂ, അതൊന്നും റിയാലിറ്റി ആക്കിയിട്ടില്ല. പക്ഷെ നമ്മുടെ കഥയിലെ നടൻ ഒരു ഡ്രീമേ ഉള്ളൂ, അദ്ദേഹത്തിന് സ്ട്രീറ്റിൽ ബാറ് നടത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്രീം കേട്ടോ. അപ്പൊ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു കഥയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട്, ഒരുപാട് ബുക്കുകൾ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഹൈസ്കൂൾ പഠനം മാത്രമേ ഉള്ളൂ കേട്ടോ. പേഴ്സണൽ റീസൺസ് കൊണ്ട് അദ്ദേഹം ഹൈസ്കൂൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ് കേട്ടോ. അതൊക്കെ ഡ്രാമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഒരുപാട് പഠിച്ചിട്ടൊക്കെയാണ് എങ്ങനെയൊക്കെ ബിസിനസ് നടത്തണം എന്നൊക്കെ ഒരുപാട് പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു ഡ്രീമിലോട്ട് ഇറങ്ങുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഡ്രീം ലാസ്റ്റ് അദ്ദേഹം അച്ചീവ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഇതിലുള്ളത്. അപ്പൊ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ ഡ്രാമ നമുക്ക് നൽകുന്നത് കേട്ടോ. നടന്റെ ആ ഒരു ഡ്രീം റിയാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മുടെ നടന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, മെയിൻ ലീഡ് ആയിട്ട് പാക് സ്യോജു ആണ് ആക്ട് ചെയ്തിട്ടുള്ളത്. ഫീമെയിൽ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഇൻഡാമി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. അപ്പൊ ഇതിലുണ്ടല്ലോ, ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ഇതിലൊരു ഡിഫറെന്റ് എന്താന്ന് വെച്ചാൽ, ഇത് നല്ല ഏജ് ഗ്യാപ്പ് ഉള്ള ഒരു നടന്റെ ഒരു കപ്പിൾസിന്റെ സ്റ്റോറിയാണ് കേട്ടോ. മെയിൻ ലീഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഒരുപാട് ലൈഫിൽ പഠിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ആകെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്രീം മാത്രമാണ് കേട്ടോ. ലൈഫിൽ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ലൈഫിൽ ചെയ്ത് തീർക്കാനുള്ള ഒരു കാര്യം. പക്ഷെ നമ്മുടെ നടി എന്ന് പറയുന്ന നടിക്കാണെങ്കിൽ നടന്റെ ആ ഒരു ഡ്രീം റിയാലിറ്റി ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ നടിക്കുള്ളത് കേട്ടോ. അപ്പൊ ഇവര് തമ്മിൽ ചേർന്നാൽ എങ്ങനെയായിരിക്കും ആ ഒരു ബിസിനസ് റിയാലിറ്റി ആക്കുന്നത് എന്നുള്ള ഒരു അടിപൊളി സ്റ്റോറിയാണ് ഇറ്റോവിയൻ ക്ലാസ്. ഇപ്പോഴും കൂടെ ഞാൻ ഈ ഒരു ഡ്രാമയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇനി ആ ഒരു ഡ്രാമ പിന്നെയും കണ്ടാലോ എന്നാണ് തോന്നുന്നത് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രാമയാണ് ഇത്. ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. സെക്കൻഡ് ഡ്രാമയാണ് സ്റ്റാർട്ടപ്പ്. ഇതും 2020 റിലീസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രാമയാണ് കേട്ടോ. അപ്പൊ ഇതിലും നമ്മുടെ ഒരു വലിയൊരു ഡ്രീം അച്ചീവ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. യങ് എന്റർപ്രണേഴ്സ്, അതായത് നമ്മുടെ നടിയും നടനും പിന്നെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. ഇവരുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു ടെക് എന്ന് പറയുന്ന ഒരു ഡ്രീം റിയാലിറ്റി ആക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതെങ്ങനെയായിരിക്കും ഇവർ അച്ചീവ് ചെയ്യുന്നത് എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. സോ ഇവിടെ നിന്ന്, അതായത് ഈ ഒരു ലോ പോയിന്റിൽ നിന്നും ഹയസ്റ്റ് ആവുന്ന സ്റ്റോറികളാണ് കേട്ടോ ഇതെല്ലാം. സോ അതിൽ ഉൾപ്പെടുന്നതാണ് സ്റ്റാർട്ടപ്പ്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ബേസൂസിയും നാംജുഹ്യൂക്ക് എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ഇവരുടെ റൊമാൻസ്, ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. എങ്ങനെയാണ് ഇവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നത് എന്നൊക്കെ കാണാനായിട്ടും ഇതിൽ ഭയങ്കര രസമാണ് കേട്ടോ. ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഇനി തേർഡ് ഡ്രാമയാണ് 2521. 2022 റിലീസ് ആയിട്ടുള്ള ഒരു അടിപൊളി റൊമാൻറ്റിക് ആൻഡ് മോട്ടിവേഷണൽ ഡ്രാമയാണ് 2521 കേട്ടോ. ഈ ഒരു ഡ്രാമ ഞാൻ ആ ഒരു ടൈമിൽ 2022 ഇത് ഓൺഗോയിങ് ഡ്രാമയായിരുന്നു. അപ്പോൾ ഓൺഗോയിങ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ ഇത്. ഇതിലുണ്ടല്ലോ സ്റ്റോറി എന്താന്ന് വെച്ചാൽ,
ഇതൊരു ഫെൻസർ എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ എനിക്ക് വലിയ അതിനെ പറ്റിയ ഐഡിയ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു സ്പോർട്സ് ഈ ഡ്രാമയിലാണ് കാണുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഫെൻസർ എന്ന് പറയുന്ന ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കഥയിലെ നടിയുടെ ആഗ്രഹം. അപ്പൊ അതിനായിട്ട് അവൾ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്ന അവളുടെ ആ ഒരു ലൈഫ് ജേർണിയിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയി തീരണം, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു യങ് മാൻ ആയിട്ടുള്ള നമ്മുടെ കഥയിലെ നടി മീറ്റ് ആക്കുകയാണ് കേട്ടോ. പിന്നീട് ലൈഫിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളൊരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. ഈ ഡ്രാമയിൽ ഉണ്ടല്ലോ പല കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നടിയുടെ ചെറുപ്പകാലം, ഒരു ടീനേജ് കാലം, പിന്നെ ഒരു അഡൽട്ട് കാലം, അതേപോലെ തന്നെ വയസ്സായിട്ടുള്ള ഒരു കാലം, അങ്ങനെയൊക്കെയാണ് ഈ ഡ്രാമയിൽ കാണിക്കുന്നത്. സോ അവളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ, റിലേഷൻഷിപ്പിന്റെ വാല്യൂ, കരിയറിന് എന്ത് വാല്യൂ കൊടുക്കണം എന്നുള്ളതൊക്കെ പല കാലഘട്ടങ്ങൾ ഈ ഡ്രാമയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അവൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം ഇതിൽ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ എനിക്ക് OSTകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടപ്പിൽ അഭിനയിച്ചിട്ടുള്ള നാം ജു ഹ്യൂക്ക് എന്ന് പറയുന്ന ആക്ടറാണ്. ഫീമെയിൽ ലീഡ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കിം തേരി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ കെമിസ്ട്രി, ഇവരുടെ റൊമാൻസും ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. മറക്കാണ്ട് ഈ ഡ്രാമ കണ്ടു നോക്കൂ കേട്ടോ. 16 എപ്പിസോഡ്സും ആണ് ഉള്ളത്. ഇനി 4ാമത്തെ ഡ്രാമയാണ് പിനോക്കിയോ. 2014 റിലീസായിട്ടുള്ള ഒരു അടിപൊളി ഡ്രാമയാണ് പിനോക്കിയോ. ഇതിൽ ഈ പിനോക്കിയോ എന്നുള്ള ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഥയിലെ നടി ഇൻഹ, അവൾക്ക് ഉണ്ടല്ലോ പിനോക്കിയോ സിൻഡ്രം ഉണ്ട് കേട്ടോ. പിനോക്കിയോ എന്ന് പറയുന്നത് ഈ നോണയൊക്കെ പറയുമ്പോണ്ടല്ലോ ഈ ഹിക്കപ്പ് എടുക്കുക, അതായത് എക്കിട്ടെടുക്കുക എന്നൊക്കെ പറയല്, ആ ഒരു എക്കിട്ട് എടുക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോണയൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ജേർണലിസ്റ്റ് ആവുക എന്നുള്ളതാണ്. പിന്നീടാണ് അവൾ അറിയുന്നത് മീഡിയക്കാരെ എല്ലാം സത്യങ്ങൾ മാത്രമല്ല വിളിച്ചു പറയുന്നത്, ചില സമയത്ത് നുണകളൊക്കെ പറയുന്നുണ്ടല്ലോ, ഒന്നുകൂടി എക്സാജറേറ്റ് ചെയ്തിട്ടൊക്കെ അവർ പറയാറുണ്ടല്ലോ. പക്ഷെ അവൾ അതെങ്ങനെയായിരിക്കും പറയുക, അവൾക്ക് അത് പറയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഒരു ഡ്രീം അവൾ എങ്ങനെയായിരിക്കും അതുകൊണ്ട് അച്ചീവ് ചെയ്യുന്നത്, അത് അവൾ ഓവർകം ആവോ എന്നുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ ഈ ഡ്രാമയിൽ പറയുന്നത്. അങ്ങനെ നമ്മുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ നടനെ മീറ്റ് ആക്കുകയാണ്. ഇവർ രണ്ടുപേരുടെ ഡ്രീം ആണ് കേട്ടോ ജേർണലിസ്റ്റ് ആവുക എന്ന് പറയുന്നത്. പക്ഷെ ഇവൾക്ക് മാത്രമാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത്. സോ അവൾ എങ്ങനെയായിരിക്കും, ഇവൾക്കെന്ന് പറയുന്നത് ജേർണലിസ്റ്റുകൾ എല്ലാവരും സത്യം മാത്രം പറയണമെന്നാണ് ഇവളുടെ ഒരു കാഴ്ചപ്പാടില് ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ജോബിലോട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും സത്യം മാത്രം വിളിച്ചു പറയുന്നവരല്ല, എല്ലാവരും പലതും എക്സാജറേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ അവൾ ഫേസ് ചെയ്തപ്പോൾ അവൾക്ക് ഒരുപാട് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു സ്റ്റോറിയാണ് പിനോക്കിയോ എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങൾ ഡ്രാമ കണ്ട് തന്നെ അറിയണം കേട്ടോ. അപ്പൊ ഇതിൽ ടോട്ടൽ ആയിട്ട് 30 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് പാക് ഷിൻഹെ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ലീ ജോങ് സൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ്. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് റെക്കോർഡ് ഓഫ് യൂത്ത്. 2020 റിലീസ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് റെക്കോർഡ് ഓഫ് യൂത്ത്. ഈ ഡ്രാമയിലുണ്ടല്ലോ 2 ഫ്രണ്ട്സ്, അവരുടെ ഡ്രീം എന്ന് പറയുന്നത് ആക്ടർ ആവുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുന്ന ഒരു കഥയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. അവരുടെ ആ ഒരു ഡ്രീം, അതായത് ആക്ടർ ആവുക എന്നുള്ള ജേർണിയിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അവർ ആ ഒരു ആക്ടർ എന്ന ആ ഒരു പദവിയിൽ എത്തുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും പിന്നീട് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളൊരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് പാക് ബോഗം, ബ്യോൺ വോ സ്യോക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടേഴ്സും ഫീമെയിൽ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് അക്സോ ഡാം എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ്. അപ്പൊ ഇവരുടെ ആ ഒരു ലൈഫ് ജേർണി, അതേപോലെ തന്നെ ഇവർ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയും നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും ഈ ഡ്രാമ നമുക്ക് നൽകുന്നത്. ഇതിൽ ടോട്ടൽ ആയിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ ഒരു 5 മോട്ടിവേഷണൽ ഡ്രാമകളും നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രാമയാണ് ഇത്. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോട്ടിവേഷൻ ഡ്രാമകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.